അക്ഷയ് കുമാറിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ള ബൂത്ത് ബംഗ്ല എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമ ഏകദേശം 2.25 മണിക്കൂറുണ്ട്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് മലയാളം സിനിമകളാണ് ഓർമ്മ വന്നത്. അതിൽ പലതും പ്രിയദർശന്റെ തന്നെ മലയാള സിനിമകളുണ്ട്. അല്ലാതെ തന്നെ പഴയ കുറെ സിനിമകളിലൊക്കെ മലയാളം സിനിമയിലത്തെ ഒരുപാട് സീനുകളൊക്കെ ഈ സിനിമയിൽ കുത്തിക്കയറ്റി ഒരു കോമഡി ഒക്കെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയദർശൻ. അപ്പോ ഈ സിനിമ ഏകദേശം ഞാൻ വീണ്ടും പറയുന്നുണ്ട് 2.25 മണിക്കൂറുണ്ട്. അപ്പൊ ഈ 2.25 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രേത സീനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തിനാണ് പ്രിയദർശൻ ഇങ്ങനെയുള്ള സിനിമകൾ പിന്നെയും എടുത്തിട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ പറയാൻ തോന്നുന്ന ഒരു കാര്യം. കാരണം ഞാനൊരു സീൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഗോസ്റ്റ് ഹൗസ്, നമ്മുടെ ജഗദീഷും ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിൽ, മുകേഷ് ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ, അതിൽ നമ്മുടെ അരിശ്ര അശോകൻ ഒരു ബാത്റൂമിൽ പോകുന്ന ഒരു സീനുണ്ട്. അതായത് ബാത്റൂമിൽ പോകുമ്പോൾ ബാത്റൂമിൽ നിന്നൊരു പുക വന്നിട്ട് ചന്തി പൊള്ളിയിട്ട് പോകുന്നൊരു സീന്, അതുപോലത്തെ സെയിം സീൻ ഇതിലുണ്ട്. അതുപോലെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ ആണി വീഴുന്ന സമയത്ത് ചുറ്റിക തലക്ക് വീഴുന്നില്ലേ, അതുപോലത്തെ ഒരു സീൻ ഇതിലുണ്ട്. അതുപോലെ മാമുക്കോയ ഇവിടെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഇന്നസെന്റ് വന്നിട്ട് കുറച്ച് ഡയലോഗ് പറയുമ്പോൾ ഇന്നസെന്റിനെ ഒരു റൂമിലോട്ട് മാറ്റി വിളിച്ച് ഇരുത്തിയിട്ട് കരണക്കുറ്റിയെ നോക്കി ഒരെണ്ണം കൊടുക്കുന്ന ഒരു സീൻ. അതുപോലെ ഒരുപാട് പടത്തിലെ സീനുകളൊക്കെ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പ്രേതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പൊന്നിടാവ്, പ്രേതത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് ശരിക്കും ബാറ്റ്മാനൊക്കെ പേടിച്ചു പോകും. അമ്മാതിരി സാധനമാണ് പ്രേതമായിട്ട് അഭിനയിച്ചിട്ടുള്ളതും അക്ഷയ് കുമാർ തന്നെയാണ്. അതായത് അക്ഷയ് കുമാറിന്റെ അച്ഛന്റെ റോളും, അച്ഛൻ അങ്ങേര് പ്രേതമായിട്ട് വരുന്ന സീനാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോ ആ ഒരു റോള് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യന്ത്രൻ സിനിമയില് സെക്കൻഡിലാണെന്ന് തോന്നുന്നു അക്ഷയ് കുമാർ വില്ലനായിട്ട് വന്നിട്ടുള്ള ഒരു പല്ലേക്ക് വെച്ചിട്ട് അതുപോലുള്ള ഒരു സാധനം. അതുപോലെ തന്നെ സിനിമയിലുള്ള നമ്മുടെ വിക്രമിന്റെ ആ ഒരു പാട്ട് സീനില്ലേ, അതിലുള്ള കുറെ ഒരു മേക്കപ്പ് ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് ഒരു വവ്വാല് ചാതി സീനിലൊക്കെയാണ് പ്രേതത്തിനൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഒരു സീനിൽ പോലും നമുക്കൊരു പേടിയോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു രസമായിട്ട് എന്തെങ്കിലും വല്ല പാട്ടുകളോ എന്തെങ്കിലും ഒന്നും വേണ്ട നല്ലതായിട്ട്. ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ കുറെ കോമഡി പോലൊക്കെ ചെയ്യാൻ വേണ്ടി അക്ഷയ് കുമാർ കുറെ നോക്കുന്നുണ്ട്. ചിലതൊന്നും നമുക്ക് ദഹിക്കില്ല. അമ്മാതിരി സീനുകളൊക്കെയാണ് ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുള്ളത് പ്രിയദർശൻ. എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്നതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവരൊരു സെറ്റപ്പ്, അതായത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രേതത്തിന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ തോന്നും ഇതൊരു സ്റ്റുഡിയോ ആണെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഒരു തേങ്ങയും ഇല്ല. ഇത് മാങ്ങാത്തൊലിക്കാണ് ഈ സിനിമ ഇറക്കിയെന്നുള്ളതാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഞാൻ 2.25 മണിക്കൂർ ഈ സിനിമ കഷ്ടപ്പെട്ടിരുന്ന് കണ്ടു. പിന്നെ പാട്ടുകളൊക്കെ ഒരു 4 വഴി കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേൾക്കില്ല. നമ്മളതിങ്ങനെ ഫോർവേഡ് അടിച്ച് ഇങ്ങനെ പോയിട്ട് ആ പാട്ട് മുഴുവനായിട്ട് ഫോർവേഡ് അടിച്ച് കളയും. കാരണം ഹിന്ദി സോങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നില്ലെങ്കിലും പടം തല്ലിപ്പറയാണെങ്കിലും പാട്ടെങ്കിലും ഹിറ്റ് ആവാറുണ്ട്. പക്ഷെ ഇതിലത്തെ പാട്ടാണെങ്കിലും ശോകം എന്നൊക്കെ പറയുന്നത്. പിന്നെ അക്ഷയ് കുമാർ അങ്ങയുടെ അഭിനയം വളരെ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ ഒരു കഥ ഈ സിനിമ കണ്ട ആൾക്കാർക്ക് പലർക്കും അറിയാം ഈ ഒരു സിനിമയിലുള്ള പല സീനുകളും പല സിനിമയിൽ നിന്നും എടുത്തിട്ടുള്ള സീനുകളാണുള്ളത്. പിന്നെ നമ്മുടെ സ്ഥിരം പ്രിയദർശൻ കോമഡീസ് ഐറ്റംസ് കാര്യങ്ങൾ, പിന്നെ ഒരു പാട്ട്, ഡാൻസ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ ഒരു ഫൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ലാത്തൊരു ഒറ്റ ഫൈറ്റ് തന്നെ ഉള്ളൂ. പിന്നെ പ്രേതം വന്നിട്ടുള്ള ഫൈറ്റ് ഒക്കെയാണ്. അതൊക്കെ പ്രേതത്തിനെ കണ്ടാൽ നമുക്ക് ചിരി വരും. ശരിക്കും എന്തിനാണ് അങ്ങനെ ഒരു സാധനമൊക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം നമ്മളിപ്പോ ചെറിയ ഷോർട്ട് ഫിലിം ആണെങ്കിലും മൂവീസ് ആണെങ്കിലും ഒരു ഹൊറർ സീനൊക്കെ എടുക്കുമ്പോൾ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഇപ്പൊ പിള്ളേർ എടുത്തു തുടങ്ങി. ഇപ്പോഴും പ്രിയദർശൻ 2000 അല്ലെങ്കിൽ 1990 ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ മാറി ഇപ്പൊ 2026 ഒരു നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഹൊററായിട്ട് എടുക്കുന്ന പിള്ളേർ ഇപ്പോ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മൂവീസൊക്കെ ഇവരൊക്കെ വീണ്ടും കണ്ടിട്ട് അതുപോലുള്ള സിനിമ എടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾ എന്തായാലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾ ആരെങ്കിലും അബദ്ധവശാൽ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കാരണം ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും. പല സീനുകളും പല മലയാള സിനിമയിലുള്ള സാധനങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടവർക്ക് ഷുവറായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. കണ്ടവര് കറക്റ്റ് ആയിട്ടുള്ള സാധനം അയക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.